നമസ്കാരം. മലയാള ജാലകത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ള 15 ചോദ്യങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഇന്ദ്രൻ്റെയും ചന്ദ്രൻ്റെയും പെരിയായുമായി വരുന്ന പദം ഏതെന്നുള്ളതാണ്. ഹരി. ബാലമുരളി എന്ന പേരിൽ ആദ്യകാലത്ത് കവിതകൾ എഴുതിയിരുന്ന പ്രശസ്ത കവി ആയിരുന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ONV കുറുപ്പാണ് ബാലമുരളി എന്ന പേരിൽ ആദ്യകാലത്ത് കവിതകൾ എഴുതിയിരുന്നത്. സിനിമയായ ആദ്യ മലയാള നോവൽ മാർത്താണ്ഡവർമ്മ. ചങ്ങമ്പുഴ രചിച്ച നോവൽ കളിത്തോഴി. NBT ചെയർമാൻ, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ചെയർമാനായിരുന്ന ആദ്യ മലയാളി ആയിരുന്നുള്ളതാണ് പിന്നീട് വരുന്ന ചോദ്യം. സുകുമാർ അഴീക്കോടാണ് NBT ചെയർമാനായിരുന്ന ആദ്യ മലയാളി. ബഷീർ ഏകാന്ത വീഥിയിൽ അവധൂതൻ എന്ന കൃതി രചിച്ചത് MK സാനു മാസ്റ്ററാണ്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാസികയാണ് തളിരി. ആദ്യ ഓഡിയോ നോവൽ ഇതാണെൻ്റെ പേര്. സക്കറിയാണ് ഈ നോവൽ രചിച്ചിട്ടുള്ളത്. മണവാളൻ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെ വരും എന്നുള്ളതാണ്. മണം പ്ലസ് ആളനാണ് മണവാളൻ. ആദേശന്ധിയാണിത്. ആദേശന്ധിയാണ് വരുന്നത്. മണം പ്ലസ് ആളൻ മണവാളൻ. ഉണരുന്ന ഉത്തരേന്ത്യ എന്ന യാത്രാ വിവരണം രചിച്ചതായിരുന്നുള്ളതാണ് അടുത്ത ചോദ്യം. NV കൃഷ്ണവാര്യരാണ് ഉണരുന്ന ഉത്തരേന്ത്യ എന്ന യാത്രാ വിവരണം രചിച്ചത്. മനസാ സ്മരാമി ആരുടെ ആത്മകഥയാണെന്നാണ്. S ഗുപ്തൻ നായരുടെ ആത്മകഥയാണ് മനസാ സ്മരാമി. നളചരിതം കിളിപ്പാട്ട് രചിച്ചതായിരുന്നുള്ളതാണ്. നളചരിതം കിളിപ്പാട്ട് രചിച്ചത് പ്രാചീന കവിത്രയത്തിലെ അവസാന കവിയായ കുഞ്ചൻ നമ്പ്യാരാണ്. പുരാണിക് എൻസൈക്ലോപീഡിയ രചിച്ചതായിരുന്നതാണ്. പുരാണിക് എൻസൈക്ലോപീഡിയ രചിച്ചത് വെട്ടമ്മാണിയാണ്. പുരാണ നിഘണ്ടു എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. പിന്നീട് അത് പരിഷ്കരിച്ച പതിപ്പിലത് പുരാണിക് എൻസൈക്ലോപീഡിയ എന്നാക്കി. അതുപോലെ തന്നെ അമര മലയാള നിഘണ്ടു എല്ലാം രചിച്ചതും വെട്ടമ്മാണി തന്നെയാണ്. വിധവ എന്നതിൻ്റെ എതിർലിംഗം എന്നുള്ളതാണ്. വിധവ എന്നതിൻ്റെ എതിർലിംഗം വിധുരനാണ്. ഭാഷയിലെ മാഘം എന്നറിയപ്പെടുന്ന മഹാകാവ്യം ഏതെന്നുള്ളതാണ്. ഭാഷയിലെ മാഘം എന്നറിയപ്പെടുന്ന മഹാകാവ്യം രുക്മാംഗത ചരിതമാണ്. പന്തളം കേരളോർമ്മയാണ് രുക്മാംഗത ചരിതം രചിച്ചിട്ടുള്ളത്. മലയാള ജാലകത്തിൻ്റെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സിൽ വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.